സ്വരൂപക്കാരായി മാറി. അങ്ങനെയാണ് പന്തളം സ്വരൂപം വരുന്നത്. ആ പന്തളം സ്വരൂപത്തിൽ ഒരു കാലഘട്ടത്തിൽ അവിടെ ആ പന്തളം സ്വരൂപത്തിലെ രാജാവ് അമ്പലപ്പുഴ രാജാവിൽ നിന്നും അവിടെ നിന്ന് അമ്പലപ്പുഴ കൊട്ടാരത്തിലെ ഒരു രാജകുമാരിയെ വിവാഹം കഴിച്ചു. അങ്ങനെ അവിടെ താമസിച്ച അദ്ദേഹത്തിന് ഒരു മകനും ഒരു മകളുമുണ്ടായി. അപ്പൊ ആ മകന്റെയും മകളുടെയും അമ്മയുടെ വീട് അമ്പലപ്പുഴയായി. ഈ മകള് അങ്ങനെ അവർ വാഴുന്ന സമയത്ത് പാണ്ഡ്യനാട്ടിൽ നിന്നുമുള്ള പഴയ ശത്രുക്കൾ വീണ്ടും ആക്രമിച്ചു. അവര് പൊന്നമ്പലങ്ങളും ശബരിമലയും എല്ലാം പിടിച്ചെടുത്ത് പന്തളം കൊട്ടാരവും ആക്രമിച്ചു. പന്തളവും കൊട്ടാരവും ആക്രമിച്ച് ആ കൂട്ടത്തിൽ ഈ രാജാവിൻ്റെ സഹോദരിയായ രാജകുമാരിയെയും കൊണ്ടു. ഈ സമയത്ത് അവിടുത്തെ സേനാനായകനായിരുന്ന അച്ഛനെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നുള്ളൂ, മകൻ ഉണ്ടായിരുന്നില്ല. കാമ്പള്ളി മകൻ ഉണ്ടായിരുന്നില്ല അവിടെ. മകൻ ഓടിയെത്തിയപ്പോഴത്തേക്ക് ഇവർ കൊട്ടാരം ആക്രമിച്ച് പോയി കഴിഞ്ഞു. ഉടനെ മകൻ തൻ്റെ സൈന്യവുമായി അവരുടെ അങ്ങോട്ടേക്ക് ആക്രമിക്കാൻ പോയി. അപ്പോഴത്തേക്കും രാത്രി ആയതിൻ്റെ പേരിൽ സൈന്യങ്ങളെ കൂടാതെ സൈന്യങ്ങളുമായി ചെന്ന് ആക്രമിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നതിൻ്റെ പേരിൽ ഇദ്ദേഹം സൈന്യങ്ങളെ കൊണ്ടുപോകാതെ ഒറ്റയ്ക്ക് പോയി പാണ്ഡ്യ പടക്കളത്തിൽ ചെന്നിട്ട് അവിടെ നിന്നും രാജകുമാരിയെ മോചിപ്പിച്ചു. രാജകുമാരിയെ മോചിപ്പിച്ച് കൊണ്ടുപോകുന്നു. അപ്പോൾ പുതിയൊരു പ്രശ്നമുണ്ടായി. ഈ രാജകുമാരിയും ഈ സേനാനായകനും തമ്മിൽ, യുവാവും തമ്മിൽ കുറേ അനുരാഗത്തിലായിരുന്നു. അപ്പോൾ ഇനി തിരിച്ച് നാം കൊട്ടാരത്തിലേക്ക് ചെന്നാൽ ഈ അനുരാഗവും കാര്യങ്ങളുമെല്ലാം അറിയുകയും അത് രാജകുടുംബത്തിന് അപമാനം ഉണ്ടാകുകയും ചെയ്യും എന്ന ആ ധാരണയിൽ ഇവരെത്തുകയും അവർ പിന്നീട് നാട്ടിലേക്ക് പോകാതെ കാട്ടിൽ തന്നെ താമസിക്കുകയും ചെയ്യും. അവിടെ ആ കാട്ടിലുള്ള ജനങ്ങളും ആദിവാസികളും എല്ലാമായി അവരൊക്കെ യോജിച്ച് അങ്ങനെ അവരവിടെ ജീവിച്ച് അവർക്ക് അവിടെ ഒരു പുത്രനുണ്ടായി. അങ്ങനെ താമസിക്കുന്നു. ആ ഘട്ടത്തിൽ മറ്റേ തമിഴ് ആക്രമണകാരികൾ തിരിച്ചു പോയി. ആക്രമണകാരികൾ ആക്രമിച്ചു. രാജാവിനെ കൊന്നില്ല, രാജ്ഞിയെ കൊന്നില്ല. പക്ഷെ കിട്ടിയ മകളെയും കൊണ്ട് പോയി, പെണ്ണിനെയും കൊണ്ട് പോയി എന്ന് മാത്രം. രാജാവ് എന്ന് പറയുന്ന ആൾ പെണ്ണിന്റെ സഹോദരനായിരുന്നു അന്ന് രാജാവായിരിക്കും. അവരൊക്കെ അവിടെ ഉണ്ട്. ഈ ഇവരെയും കൊണ്ട് അവർ പോയിരുന്നു. പക്ഷെ അവർക്ക് അതിൻ്റെ കയ്യിൽ നിന്നും ഈ പെണ്ണ് രാജകുമാരി നഷ്ടപ്പെടുകയും ചെയ്തു. സേനാനായകൻ കൊണ്ടുപോയി. അവർ കാട്ടിൽ തന്നെ താമസിച്ചു. കുറേ കാലം കഴിഞ്ഞപ്പോൾ ഈ രാജാവ് വീണ്ടും, ഇവരും ആക്രമണകാരികൾ പോയി, ഇവർക്ക് വൈരാഗ്യം തീർത്ത് ഇടയ്ക്കൊന്ന് ഇവർ ആക്രമിക്കും. പഴയ വൈരാഗ്യം തീർക്കാമെന്ന് ആക്രമിച്ചു. അത് കഴിഞ്ഞ് ഇവർ വീണ്ടും വളർന്നു വന്നപ്പോൾ, വീണ്ടും വളർന്ന് വലുതായി. ആ സമയത്ത് കുറേ കാലം കഴിഞ്ഞപ്പോൾ ഈ രാജാവ് നായാട്ടിന് വേണ്ടി കാട്ടിൽ ചെല്ലുന്ന സമയത്ത് കാട്ടിൽ വെച്ച് സഹോദരിയെ കണ്ടു. പഴയ സേനാനായകരെയും കണ്ടു. കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ അവരോട് തിരിച്ച് കൊട്ടാരത്തിലേക്ക് വരണം എന്ന് പറഞ്ഞു. കൊട്ടാരത്തിലേക്ക് വരണമെന്ന് പറയുന്ന സമയത്ത് ഇവർ പറഞ്ഞു, കൊട്ടാരത്തിലേക്ക് ഞങ്ങൾ വരുന്നില്ല, അത് രാജകുടുംബത്തിന് അപമാനമായിരിക്കും, രാജകുടുംബത്തിന് അപമാനമായിരിക്കും, അതുകൊണ്ട് ഞങ്ങൾ ഇനി ഈ കാട്ടിൽ കഴിഞ്ഞോളാം. അപ്പോൾ രാജാവ് അങ്ങനെയാണെങ്കിൽ കുട്ടിയെ, അന്ന് ഈ ബാലനായിരുന്നു അയ്യപ്പൻ, ഇവരുടെ മകനാണ്,
ഇവർക്കുണ്ടായ മകൻ ആണ് അയ്യപ്പൻ. ആ കുട്ടിയെ ഞാൻ കൊണ്ടുപോകുന്നു എന്ന് മകന് രാജാവ് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകും. അങ്ങ് പറഞ്ഞു വരുന്നത് പാമ്പിള്ളി വെളിച്ചപ്പാടിന്റെ കുടുംബത്തിലെ ഒരാളുടെ മകനാണ് അയ്യപ്പൻ എന്ന് തന്നെ വ്യക്തമായി പറയുന്നു. അതിനുള്ള അടിസ്ഥാനം ഇതാണ് അതിന്റെ അടിസ്ഥാന രേഖകൾ. അതിന്റെ കാര്യം രേഖകൾ ഏതാണ്? രേഖകളുണ്ട് അതിന്റെ രേഖകളും ഉണ്ട്, പലതുണ്ട്. എവിടെയാണ്, എങ്ങനെയാണ്, എവിടെ നിന്നാണ്, എന്താണ്? അങ്ങ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ്. അപ്പൊ അതിന്റെ പുറകെ നമുക്ക് പോകാതെ പറ്റില്ല. അതുകൊണ്ട് അറിയാവുന്ന, അതിനെക്കുറിച്ച് അറിയാവുന്ന അടിസ്ഥാനം എന്താണെന്ന് അറിയാം. അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഞാൻ പഴയ ഈ കഥ ഡോക്ടർ എസ് കെ നായർ എഴുതിയ അയ്യപ്പൻ എന്ന ആഖ്യായിക, അതിനുള്ള കഥയാണ്. ആണോ? ഈ കഥയാണുള്ളത്. പക്ഷെ ആഖ്യായിക നമുക്ക് രേഖയല്ല. ആഖ്യായിക നോവൽ എന്നുള്ളതിന്റെ മലയാളം അല്ല, സംസ്കൃതമേ ഉള്ളൂ. ഡോക്ടർ എസ് കെ നായർ എഴുതിയിട്ടുണ്ട്. ആ പുസ്തകം ഇപ്പൊ കിട്ടാനില്ല. പക്ഷെ ഞങ്ങളുടെ ട്രസ്റ്റ് ആ പുസ്തകം കണ്ടെത്തിയിട്ടുണ്ട്. അത് പ്രതികരിക്കും ഞങ്ങൾ. പക്ഷേ അങ്ങീ പറയുന്ന കഥ വളരെ വളരെ ഗാഠമായി വിശ്വസിക്കുന്ന വളരെയധികം ആളുകളുണ്ട്. ഈ കഥയോ സത്യമോ പറഞ്ഞു. പക്ഷെ ഇതിനെന്താണ് ഒരു അടിസ്ഥാനം? ഇത് ഞാൻ എൻ്റെ വളരെ ചെറുപ്പകാലത്ത് അന്നത്തെ ഈ ലോങ് ടൈപ്പിലുള്ള മാതൃഭൂമി വന്നിരുന്നു. മാതൃഭൂമി വീട്ടിൽ അന്ന് നീളത്തിലെ ഇറക്കി. അതിനകത്ത് ഇതിനെക്കുറിച്ചുള്ള 2-3 ലേഖനങ്ങൾ വന്നിരുന്നു. അതിപ്പോൾ എൻ്റെ കയ്യിലില്ല. അന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അതില്ല. പക്ഷെ അന്ന് അങ്ങ് ചെറുപ്പമായതുകൊണ്ട് അതിൽ പറഞ്ഞിരിക്കുന്നതിന് അടിസ്ഥാനം എന്താണ് എന്നുള്ളത് അതിൽ ഉണ്ടായിരുന്നോ എന്നുള്ളത് ശ്രദ്ധിച്ചു കാണുന്നില്ല. ഞാൻ അതിൽ വായിച്ചിരുന്നു. മാതൃഭൂമിയുടെ പഴയ രേഖകൾ അന്വേഷിച്ചാൽ ചിലപ്പോൾ കിട്ടും. അത് ഇങ്ങനെ ഈ നീളത്തിൽ ടൈപ്പിലുള്ള മാതൃഭൂമി പണ്ട്. അപ്പോൾ ഇന്നിപ്പോ നമ്മൾ ഇതുകൊണ്ട് തീരുന്നില്ല. നമ്മളിന്നിപ്പോ അയ്യപ്പൻ, ആലങ്ങാട്, കാമ്പിള്ളി. അപ്പോൾ ഈ അയ്യപ്പൻ്റെ പിതാവ് ഈ കാമ്പിള്ളി വെളിച്ചപ്പാടായതിൻ്റെ പേരിൽ അത് അച്ഛൻ്റെ യോഗവും, അമ്മ അമ്പലപ്പുഴ സ്വരൂപത്തിലെ രാജകുമാരി ആയതിൻ്റെ പേരിൽ അമ്മയുടെ യോഗം അമ്പലപ്പുഴയിൽ ആയി. ശരി, നമുക്ക് ഇനി ഇത് തന്നെ കൂടുതൽ നമുക്ക് വിശ്ലേഷണം ചെയ്യാനുണ്ട്. പിന്നെ വാവര, കടുത്ത, അങ്ങനെ വേറെ പോകാനുണ്ട്. പക്ഷെ അതിന് നമുക്ക് ഇനിയും സമയമെടുക്കും. ഇന്നിപ്പോ തുടക്കത്തിൽ നമ്മൾ ഇവിടെ നിർത്തുന്നു. അടുത്ത് തന്നെ ഈ ആഴ്ച തന്നെ നമ്മൾ വീണ്ടും ബാക്കിയുള്ളത്. അപ്പോ അങ്ങയുടെ ഉള്ള 12 രേഖ, അപ്പൊ വാവരുടെയും കടുത്തയുടെയും ഒക്കെ കാര്യം നോക്കാൻ. വാവര, കടുത്ത, 18 പടി എന്ന് പറയുന്നത് എന്താണ്? പലരും പറയുന്നത് പുതുക്കി പണിതപ്പോ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇടുങ്ങിയൊരു ഇതുണ്ടാക്കിയത് മാത്രമാണ് എന്ന് പറയുന്നു. പക്ഷേ 18 മണിക്ക് 18 അർത്ഥങ്ങളുള്ളതും അങ്ങനെ വളരെ വലിയ വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ച് നമ്മൾ അടുത്ത ഇതിൽ നമ്മൾ വിശദമായിട്ട് അത് കുറച്ചുകൂടെ ചെയ്യാം. നല്ല ദാർശനിക പ്രശ്നങ്ങളാണ് അവിടെ ദാർശനികമാണ് വിഷയം. ഇതിപ്പോ കഥയിലേക്ക് പോയി, മറ്റൊരു ദാർശനികത്തിലേക്ക് വരാം. അതിനായി കൂടാതെ നമുക്ക് അയ്യപ്പൻ ഒരു തന്ത്ര വിദഗ്ധനായിരുന്നു എന്നുള്ള ഒരു രീതി, ഒരു പറച്ചില്. പുലികളെയൊക്കെ ഇണക്കിക്കൊണ്ടുവന്ന അങ്ങനെയാണ് നടന്നത് തന്നെയാണ് എന്നുള്ളത്. അല്ല, പുലികൾ മറ്റവരുടെ അച്ഛനമ്മയും അവരുടെ കൂടെ വളർന്നിരുന്നതാണ് പുലികളെ ഇങ്ങനെ ഇണക്കി അവരുടെ കൂടെ വളർന്നിരുന്നു. അവരുടെ പുലിയെ കൊണ്ട് ഇങ്ങോട്ട് പോന്നു. ഇവൻ കൊച്ചിലെ ഈ പുലിയുടെ ആയിട്ടൊക്കെ ബന്ധപ്പെട്ടിരുന്നു. കാരണം പുലിയൊന്നും അയ്യപ്പന്റെ പ്രശ്നമല്ല. പക്ഷെ അയ്യപ്പന്റെ വാഹനം പുലിയല്ല, കടുവയാണ്, കുതിരയാണ് അയ്യപ്പന്റെ വാഹനം. അയ്യപ്പൻ പുലിവാഹനത്തിൽ പോകുന്നു എന്നുള്ള കാര്യം ഒരു കഥ, വ്യാഘ്രം എന്നൊക്കെ പറഞ്ഞ പേര് വരുമ്പോൾ കടുവയാണോ? വ്യാഘ്രം എന്ന് വെച്ചാൽ പുലിയായാലും കടുവയിലെന്തോ ആയിട്ട്. പക്ഷെ അതല്ല, കുതിരയാണ് അയ്യപ്പന്റെ വാഹനം. എസ് കെ നായരുടെ ആഖ്യായികയിലെ ജയന്തൻ നമ്പൂതിരിയുടെ മകനാണ്. മായത്തമ്പുരാട്ടിയുടെയും ജയന്തൻ നമ്പൂതിരിയുടെയും മകനാണ് അയ്യപ്പൻ. ഞാൻ വായിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ആഖ്യായിക മാത്രമാണ്. അംബിക തമ്പുരാട്ടിയുടെ തമ്പുരാട്ടിയുടെയും കാമ്പിള്ളി വെളിച്ചപ്പാടിന്റെയും കാമ്പിള്ളിയിലെ സേനാനായകന്റെയും മകനാണെന്നുള്ളത്. ആലങ്ങാടുമായി ബന്ധപ്പെടുത്തുന്ന ഈ കാര്യം നമുക്ക് കൂടുതലായിട്ട് അന്വേഷിച്ച് നമുക്ക് അതിനെക്കുറിച്ച് ഒരു
ഫൈനലായിട്ടുള്ള ഒരു ഇത് നമുക്ക് എത്താം. ആലങ്ങാടുമായുള്ള ബന്ധം ഇപ്പോൾ ഈ ആലങ്ങാട് യോഗം ശരിക്കും ആലങ്ങാട് വെളിച്ചപ്പാട് കമ്പിളിയാണ്, മുപ്പത്തറമാണ്. മുപ്പത്തറമാണ്. അന്ന് മുപ്പത്തറ ആലങ്ങാട് തന്നെയാണ്. മുപ്പത്തറ ഇടയാ. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മള് തിരുവനന്തപുരം യോഗം എന്ന് പറഞ്ഞാൽ അത് തിരുവനന്തപുരത്ത് തമ്പാനൂരായിരിക്കണമെന്നില്ല. ഇല്ല. അത് വേറൊരു പ്രത്യേകതയുണ്ട് ഈ ആലങ്ങാട് യോഗത്തിന് വെളിച്ചപ്പാടിന്റെ സെനനായിരുന്നാണ്. ആ വെളിച്ചപ്പാട് എന്ന് പറയുന്ന അന്നത് ഇന്നത്തെ ആളുകൾ ഉപയോഗിക്കുന്നില്ല. അത് കാമ്പിളി കുടുംബത്തിലെ ആളുകൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഇന്നത്തെ വെളിച്ചപ്പാട് ഈ പറഞ്ഞ ആലങ്ങാട് ഉണ്ടായിരുന്ന IOC കോളേജിന്റെ അടുത്തൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ പെരിയാർ എന്നാ പറയണേ. ആലങ്ങാട് യോഗം പെരിയാർ, മറ്റവരും പെരിയാർ. അവിടെ നോക്കാനൊരു ആ ഭാഗത്തുണ്ട് പെരിയാർ, മഞ്ഞപ്പുറ പെരി. പക്ഷെ ഇവരൊക്കെ പെരിയാന്മാരാണ്. യഥാർത്ഥ വെളിച്ചപ്പാട് സേനാനായകൻ കാമ്പിള്ളി കുടുംബത്തിൽ തന്നെയാണ്. അവരെ അത് ഉപയോഗിക്കുള്ളൂ. ആ വെളിച്ചപ്പാടുള്ള സ്ഥാനം അവർക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ സാങ്കേതികമായിട്ട് പറഞ്ഞാൽ ആലങ്ങാട് പേട്ടതുള്ളൽ യോഗത്തിന്റെ നേതൃസ്ഥാനം മുപ്പത്തടത്തുള്ള